ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. B = μ0I/2πr ആണ്. അതിൻ്റെ രണ്ട് കേസ് പഠിച്ചു. ആംപിയർ സർക്യൂട്ട് ലോ വെച്ചിട്ടുള്ള രണ്ട് കേസസ് നമ്മൾ പഠിച്ചു. അത് എങ്ങനെയാണ് ഒരു സ്ഫിയറിൻ്റെ ഉള്ളിൽ വേരി ചെയ്യുന്നത്, സ്ഫിയറിൻ്റെ പുറത്ത് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു. പിന്നീട് നമ്മൾ സോളിനോയിഡ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോളിനോയിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ വൗണ്ടഡ് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ് ആണ് നമ്മൾ എഴുതിയിരുന്നു ഇല്ലേ. ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ വൗണ്ടഡ് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ വൗണ്ടഡ് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും ഇല്ലേ. ഇതിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്താ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് കടത്തി വിടുമ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഓർത്തോണം. ഞാൻ ആ കുറേ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡിൻ്റെ കുറച്ച് പോയിന്റ് തന്നായിരുന്നല്ലോ. ആ പോയിന്റിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓൾറെഡി ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ടഡ് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ് ആണ്. മൂന്നാമത്തേത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ സം ഓഫ് ഓൾ ദ ടേൺസ് ആണ്. നാലാമത്തെ ഇത് തന്നിരിക്കുന്നത് ദ ഫീൽഡ് ബിറ്റ്വീൻ ടു നെയ്ബറിംഗ് റിംഗ് വാനിഷസ് എന്നാണ്. അടുത്ത് തന്നിരിക്കുന്നത് ഇൻസൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് യൂണിഫോം ആൻഡ് പാരലൽ എന്നാണ്. ഔട്ട്സൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വെരി സ്മോൾ ആൻഡ് അസ്യൂംഡ് ടു ബി 0 എന്നാണ്. അപ്പോൾ ഇതെല്ലാം പടം വരച്ച് കാണിച്ച് ചെയ്യണം. റഫായിട്ട് ഇപ്പോൾ എഴുതിയതിൻ്റെ താഴോട്ട് ഈ പടങ്ങളെല്ലാം നിങ്ങൾ വരച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആവാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ. നമ്മൾ ഇപ്പം ഒരു സോളിനോയിഡിൻ്റെ കോയിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ വട്ടമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഞാൻ അതിനകത്ത് ഒരു ലൂപ്പ് എടുക്കുകയാണ്. ഒരു ലൂപ്പ് എടുത്തിട്ട് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിട്ടാൽ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് എടുത്ത് വിട്ടുവാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും വരിക? ജനറലി ഇതുകൊണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് എടുത്തിന് മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ തമ്പ് പിടിച്ച് നോക്കിയേ. തമ്പ് പിടിച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് തമ്പ് പിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിരലുകൾ വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇവിടുന്ന് അകത്തേക്കായിരിക്കും. നമ്മളത് എപ്പോഴോ പറഞ്ഞതാണ് ഇല്ലേ. ഇവിടെ ഒന്ന് അകത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഇല്ലേ. മാഗ്നറ്റിക് അകത്തേക്കായിരിക്കും. അതായത് എല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും എങ്ങനെയായിരിക്കും, ഓരോ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അകത്തേക്കായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടുക്കത്തെ ഭാഗത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ വരയ്ക്കേണ്ട പടം ഒന്നാമത്തെ പടം വേണ്ട ഇങ്ങനെയാണ്. അതായത് ഒരു കോയിലിൻ്റെ ചുറ്റിനുമുള്ള, ഇപ്പോൾ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഒരു കോയിലിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണ്ട ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് റെഡും കൊണ്ട് തന്നെ വരയ്ക്കാം. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവുക അല്ലേ. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടാവുക. നിങ്ങൾ വേണമെങ്കിൽ വരച്ചിട്ടേക്കണം. ഓക്കെ, മുകളിലത്തേതും എങ്ങനെയായിരിക്കും? മുകളിലത്തേത് തന്നെ ഇങ്ങനെയാണ് അവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നെ ഇങ്ങനെയാണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നെ ഇങ്ങനെയായിരിക്കും അകത്തേക്ക്. ഇനിയും തൊട്ടടുത്തുള്ള ഇതിപ്പോൾ ഒരു കോയിലിൻ്റെ ആയുള്ളൂ. തൊട്ടടുത്ത കോയിലിൻ്റെ എന്തായിരിക്കും? തൊട്ടടുത്ത കോയിലിൻ്റെയും സെയിം അത് തന്നെയായിരിക്കും. അത് അവിടോട്ടൊന്ന് വരയ്ക്കുക. അത് അവിടോട്ട് വരയ്ക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വരയ്ക്കുക. സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും. ക്ലോക്ക് വൈസ് തന്നെയാണെങ്കിൽ നോക്കിയോ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ വേണ്ട അകത്തേക്കാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് കണ്ട ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ വരുന്നുണ്ടാകുക. അതേപോലെ ഇവിടെ എന്താ, ഇവിടെ എന്തുണ്ട് ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ മുകളിലോട്ടാണ്. അത് ഇപ്പുറത്ത് ഞാൻ മുകളിലോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കുറേ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ കുറേ ലൂപ്പുകൾ ചേർന്നതാണ്. അപ്പോൾ സോളിനോയിഡിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ സിംഗിളായിട്ടുള്ള ഒരു ലൂപ്പ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ല. ഇവനും ഇനി അടുത്ത എല്ലാവരും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സം ആയിരിക്കും എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് റഫായിട്ട് വരച്ചിട്ടാൽ മതി. ഇനി മുതൽ വരയ്ക്കാൻ പോകുന്ന പടമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോണം. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ബിറ്റ്വീൻ ടു നെയ്ബറിംഗ് ലൂപ്പ് വാനിഷസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെന്താ? അതായത് ഇതിപ്പോൾ ഈ വരയ്ക്കുന്നത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടല്ല വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചരിച്ചാണ്. ഈ ലൂപ്പ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് നോക്കിയോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂപ്പ് വരയ്ക്കുന്നത്. ഇങ്ങനെ അടുക്കിയാണ് വെക്കുന്നത്. ശ്രദ്ധിച്ചോണം. ഓക്കെ, അതായത് ഇങ്ങനെ വെച്ചിട്ടല്ല നമ്മൾ പടം വരയ്ക്കുന്നത്. നമ്മൾ തന്നെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടാണ് പടം വരയ്ക്കുന്നത്. ഇവിടെ ഒരു ലൂപ്പ്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ലൂപ്പ്, അത് കഴിഞ്ഞ് ലൂപ്പ്, ഇങ്ങനെയാണ് സോളിനോയിഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നോക്കിയേ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെ ഇവിടുന്ന് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷനെ പിടിക്കുമ്പോൾ കണ്ടോ അകത്തേക്കാണ്. എവിടെ പിടിച്ചാലും കണ്ടോ നമ്മുടെ എല്ലാ വിരലും കണ്ടോ അകത്തേക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെങ്കിൽ അകത്തേക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ പുറത്തേക്കുമാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അപ്പം നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. നോക്കിയോ, ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഇതിൻ്റെ കൺസെപ്റ്റാണ്. അതായത് നെയ്ബറിംഗ് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വാനിഷ് ആയി പോകുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ?
അതിൻ്റെ മുതലാണ് പടം റഫായിട്ട് വരയ്ക്കേണ്ടത്. ഞാനൊരു പടം തന്നെ ഇങ്ങനെ വരച്ചു. ഇതൊരു എന്താണ്, ഇതൊരു ലൂപ്പാണ്. അടുത്ത ലൂപ്പ് ഞാൻ അതിൻ്റെ അടുത്തോട്ട് തന്നെ വരച്ചു. അതിൻ്റെ ലൂപ്പ് തന്നെ ഇതാണ്, ഇങ്ങനെ അതിൻ്റെ ലൂപ്പ് തന്നെ ഇതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതിലൂടെ കറണ്ട് പോകുന്നത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കാം. അതായത് ഇതേണ്ട ഇങ്ങനെയും അതേപോലെ തന്നെ ഇങ്ങനെയുമാണ് പോകുന്നത്. ഇതിലൂടെയും എന്താണ്, ഇങ്ങനെയുമാണ് പോകുന്നതെന്ന് കരുതിക്കോ. ഓക്കെ, അപ്പോൾ നോക്കി ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കിയാലോ. അതായത് ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കിയാലോ. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഈ പോയിന്റിലുള്ള, അതായത് കറണ്ട് ഇങ്ങോട്ടായതുകൊണ്ട് നമ്മുടെ എന്താണ് തമ്പ് ആ സൈഡിലോട്ട് വെക്കുക, ഈ സൈഡിലോട്ടും നമ്മുടെ വിരലെല്ലാം തന്നെ ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരയ്ക്കാം നമുക്ക്? വേണ്ട, ഇവിടെ ഒരു ഫീൽഡ് ലൈൻ വരയ്ക്കാമേ. ഒറ്റ ഫീൽഡ് ലൈൻ തന്നെ ഇങ്ങനെയും അടുത്തത് തന്നെ ഇങ്ങനെയും, കണ്ടോ, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത എങ്ങനെയാണ്, അടുത്തത് തന്നെ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ, ഇങ്ങനെ ബാക്കി ഇങ്ങനെ വന്നിട്ട് തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം അടുത്ത നോക്കിയേ ഇപ്പുറത്തേതും സെയിം ഡയറക്ഷനിൽ തന്നെ അല്ലേ കറണ്ട് പോകുന്നത്. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് ഇങ്ങനെ ഇവിടോട്ട് അകത്തോട്ട് കയറി ഇവിടുന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ് അല്ലേ. അതേപോലെ തന്നെ അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് കയറി ഇവിടുന്ന് തന്നെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ലൂപ്പിൻ്റെ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടും ഈ ലൂപ്പിൻ്റെ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ട് പോവാം. അപ്പോൾ നോക്കിയേ, ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് ദിശയിലോട്ടല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രയാണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നറിയാമോ, അവർ ക്യാൻസൽ ആയിപ്പോവും. ഹെൻസ് ക്യാൻസൽസ് ഈച്ച് അതർ. അപ്പം ആ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ പടം എങ്ങനെയാവും എന്നറിയാമോ? ആ പടം തന്നെ ഇങ്ങനെയായിട്ട് മാറും. നോക്കിയോ, ആ സെയിം അതേപോലെ തന്നെ വരയ്ക്കുകയാണ്. നോക്കിയോ, സെയിം ആ പടം ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ, വേണ്ട. അപ്പം എന്താ സംഭവിക്കുന്നത്? വേണ്ട, ഇവൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇവൻ്റെ ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതുവഴി ഇങ്ങനെ വന്നിട്ട് തന്നെ ഇവിടെ തന്നെ ഇങ്ങനെ വന്നിട്ട് തന്നെ ഇങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ, ഈ ഡയറക്ഷനിൽ താഴോട്ട് വരുമോ? ഇല്ല, കാരണം ആ ഭാഗത്തെ ക്യാൻസൽ ചെയ്യും. അതേപോലെ തന്നെ ഇവിടത്തെ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നിട്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർക്കറിയാമല്ലോ, അതായത് ഈ ഭാഗത്തെയാണ് ക്യാൻസലായി പോയത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവർ തന്നെ ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ തൊട്ടടുത്തൊരു ലൂപ്പും കൂടെ വന്നായിരുന്നെങ്കിൽ അവരുടെയും എന്ത് ചെയ്തേനെ? അവരുടെയും മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തേനെ? ക്യാൻസലായി പോയേനെ. അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തേനെ? ആ ഭാഗത്തുള്ളത് മാത്രമാണ് പോകുന്നത് കേട്ടോ. അവരുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ പോയിന്റിലുള്ള കറണ്ട് അല്ല ഈ ഡയറക്ഷനിലായതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെയാണ് വരുന്നുണ്ടാകുക ഇല്ലേ, ഇങ്ങോട്ടാണ് വരുന്നുണ്ടാകുക. അപ്പോൾ എന്ത് ചെയ്യും? അത് യോജിക്കും. ഓക്കെ ആണല്ലോ. ഇത് യോജിച്ചിട്ട് താഴത്തെ എന്ത് ചെയ്യും? എല്ലാം കൂടെ അങ്ങ് യോജിക്കും. കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇത് ഉണ്ടാകുക. ഇത് അടുത്തടുത്ത് വരുന്നുണ്ട്. ഇവരെ നമ്മൾ എങ്ങനെ വരയ്ക്കുമെന്ന് അറിയാമോ? അടുത്ത പടം അടുത്തത് ഇവർ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇവരുടെ പടം തന്നെ ഇങ്ങനെ ആയിട്ട് മാറും. അടുത്തടുത്ത് വരുമ്പം നോക്കിയോ, ഞാൻ തൽക്കാലം 2 വരയ്ക്കുന്നുള്ളേ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ സോളിനോയിഡിനെ ബന്ധപ്പെട്ട് കുറേ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ വളവ്, അതായത് ഇതിപ്പോൾ ഇത്ര അകന്നിരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടോ, ഇവിടെ ഒരു ലൂപ്പ്, ചെറിയൊരു വളവ് പോലെ, ഒരു ഹമ്പ് പോലുള്ളത്. ഇതൊരിക്കലും എന്തില്ല, ഇത്രയും ഗ്യാപ്പൊന്നും ഈ സോളിനോയിഡ് 2 കോയിലും തമ്മിൽ കാണത്തില്ല. അടുപ്പിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? തന്നെ ഇങ്ങനെ അങ്ങ് പാരലായിട്ട് മാറും. അതായത് തന്നെ ഇങ്ങനെ ഒരു ലൂപ്പിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെ ഇങ്ങനെ വരുന്നു. അടുത്ത ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെ ഇങ്ങനെ വരുന്നു. അടുത്ത ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ തന്നെ ഇങ്ങനെ വരുന്നു. കണ്ടോ, മുകളിലും അതുപോലെ തന്നെ ഇങ്ങനെ മുകളിലും അതുപോലെ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യുക? തൽക്കാലം ഇത് മാത്രമേ, താഴത്തെ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. അതിന് ഡയറക്ഷനും കൂടെ കൊടുക്കുക. അതായത് കറണ്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നു കറണ്ട്. അതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്താണ്? തന്നെ ഇങ്ങനെയാണ് വരുന്നുണ്ടാകുക. ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വന്ന് ഇതുവഴി തന്നെ ഇങ്ങനെ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ലൂപ്പിൻ്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ കണ്ടോ? പാരലലാണ്. കണ്ടോ, മുകളിലോട്ട് വരയ്ക്കുവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്താ? പാരലാണ്. ഓക്കെ, എന്നാൽ പുറത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല. തൽക്കാലം ഇത് വരയ്ക്കുക, ഇത് ഇത്രയും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പടം നമ്മൾ ഇങ്ങനെ വരച്ചു. ഇതൊന്നാമത്തെ പടം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പടം ഇതാണ്. മൂന്നാമത്തെ പടം വരുമ്പോഴത്തേക്കും ഇങ്ങനെയായിട്ട് മാറും. മൂന്നാമത്തെ പടം ഇങ്ങനെയായിട്ട് മാറും. നാലാമത്തെ പടം
നാലാമത്തെ പടം വരയ്ക്കേണ്ടത്. അത് ഓൾറെഡി നമുക്ക് മനസ്സിലായല്ലോ. അതായത് ഈ മുകളിലത്തേത് എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. മുകളിൽ ഇപ്പം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഡയറക്ഷൻ എങ്കിൽ ദെൻ ഇവിടെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ മുകളിലും എങ്ങനെയായിരിക്കും വരുന്നത്? മുകളിലും ഞാൻ താഴോട്ടൊന്ന് വരച്ച് കാണിക്കാം. മുകളിലും ദെൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. നോക്കിക്കോളൂ, മുകളിലത്തെ ഡയറക്ഷനും ദെൻ ഇങ്ങനെ വന്നിട്ട് ദെൻ ഇങ്ങനെ, സോറി അത് ഒരുമിച്ച് വരയ്ക്കാമല്ലോ, ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇങ്ങനെ, അടുത്തത് ദെൻ ഇങ്ങനെ, അടുത്തത് ദെൻ ഇങ്ങനെ, കണ്ടോ ഇങ്ങനെ. അതായത് ഈ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത് പോകുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മുകളിലത്തെ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൂപ്പും താഴത്തെ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൂപ്പും ഒരേ ഡയറക്ഷനിലായിരിക്കും, ഉള്ളിൽ പാരലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. ഇവിടെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. സ്ട്രോങ് ആണ്, പാരലലാണ്, അതേപോലെ തന്നെ യൂണിഫോം ആണ്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പടം എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ പഠിച്ചവർക്ക് 3, 4, 5 പടമായിട്ടൊക്കെയാണ് തന്നത്. ഇത് ഓക്കെ. ഇത് വരച്ചോ, എല്ലാവരും വരച്ചോ. അനീറ്റ ഒക്കെ വരച്ചോ. അനീറ്റ, അഭിരാം, പാർത്ഥിപ ഒക്കെ വരച്ചോ. ഓക്കെ. ഇനിയും ഒരു പടം കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു, ഔട്ട് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നോക്കിയോ, 0 ആണെന്നല്ല പറഞ്ഞത്, അസ്യൂംഡ് ടു ബി 0 എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനൊരു ഒരു ലൂപ്പ് വരച്ചിരിക്കുകയാണ്. ഈ ലൂപ്പിനകത്തൂടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് കടത്തി വിടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത്ര നേരം കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ഇതുകൊണ്ട് ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കും, അടുത്തത് ഇങ്ങനെ വരയ്ക്കും, അടുത്ത ഇപ്പുറത്തെ സൈഡിലോട്ടുണ്ട് കേട്ടോ, ഞാൻ ഒരു സൈഡിലോട്ടേ വരയ്ക്കുന്നുള്ളൂ. ഇങ്ങനെ വരയ്ക്കും. അതായത് അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നു, അടുത്തത് തന്നെ ഇങ്ങനെ വരുന്നു. ഇത് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യും? ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ശരിയല്ലേ? ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അറ്റ് ദ സെയിം ടൈം ദണ്ട് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയാലോ. ദണ്ട് ഇവിടെ നിന്ന് ദണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അതേപോലെ തന്നെ ദണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഭാഗത്ത് ഞാനൊരു സ്ക്വയർ ഇടാം. ദണ്ട് ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയേ. താഴത്തെ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റിലോട്ടും, അതായത് ഇങ്ങോട്ടും, മുകളിലത്തെ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ദണ്ട് ഇങ്ങോട്ടുമാണ് വരുന്നത്. ഇല്ലേ? ഇങ്ങോട്ടുമാണ് വരുന്നത്. ഒരെണ്ണം ഇങ്ങോട്ടുമാണ് വരുന്നത്. പക്ഷേ ഈക്വലാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം താഴത്തെ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒത്തിരി വീക്കാവും. മുകളിലത്തെ ലൂപ്പിൻ്റെ ഈ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് അടുത്തായതുകൊണ്ട്. പക്ഷേ ഈക്വലാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഓപ്പോസിറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അസ്യൂം ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ 0 ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ അസ്യൂംഡ് ടു ബി 0 എന്നങ്ങ് എടുക്കുകയാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വേണം ഇങ്ങനെ എടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആണ് ബട്ട് നോട്ട് ഈക്വൽ. മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആണ് ഈ ഭാഗത്ത്, ബട്ട് നോട്ട് ഈക്വൽ. എന്നാലും നമ്മൾ എന്താ എടുക്കുക? അപ്പം 0 സ്മോൾ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആൻഡ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ അസ്യൂംഡ് ടു ബി 0 ആയിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആ സ്ട്രോങ് പാരലൽ യൂണിഫോം എന്ന് എഴുതി അവിടെ സെയിം ഡയറക്ഷൻ എന്നും കൂടെ എഴുതിയത്. ഉള്ളിൽ സെയിം ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്, ഇത്രയും കാര്യങ്ങൾ എഴുതുക. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ലാസ്റ്റ് വരച്ച ഇമേജ് കാണിക്കാമോ? എടാ, ഇത് നിങ്ങൾക്ക് എല്ലാവരോടും പറയുന്നത്, ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊന്നും ഇന്ന് ചോദിക്കുമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എവിടേക്കാണ് 0, എവിടേക്കാണ് അസ്യൂംഡ് ടു ബി 0 ആയിട്ട് എടുക്കേണ്ടത്, എവിടേക്കാണ് ഓപ്പോസിറ്റ്, ഈക്വൽ അല്ലാത്തത് എവിടെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ലൂപ്പിൻ്റെ ഓരോ പോയിന്റിലും ഡയറക്ഷൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡെറിവേഷൻ തന്നേ ഉള്ളൂ. സോറി, ഈ ഡയഗ്രാംസ് എല്ലാം തന്നേ ഉള്ളൂ. ഡയഗ്രാംസ് ഒന്നും നിങ്ങളുടെ സ്കൂളിലൊന്നും തരില്ല. എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് സോളിനോയിഡ് ഡെറിവേഷൻ പഠിപ്പിക്കാം. ഇന്ന് 2 ഡെറിവേഷൻ പഠിപ്പിക്കണം. സോളിനോയിഡ് ഡെറിവേഷനും അതേപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടർ. ഈ 2 ഡെറിവേഷൻ ഇന്ന് എനിക്ക് പഠിപ്പിക്കേണ്ടതാണ്.
വരച്ചോ? ക്ലിയർ ആണോ? എല്ലാവരും വരച്ചോ കുഞ്ഞുങ്ങളെ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ മക്കളെ, കാരണം എല്ലാവരും ചോദിക്കാൻ വയ്യ. കംപ്ലീറ്റ് ചെയ്തവർക്ക് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാമേ. ലോവിസൊക്കെ ഇതിനു മുമ്പുള്ള ക്ലാസ് കണ്ടായിരുന്നോ ലോവിസേ? ലോവിസ് കേൾക്കാമോ? യെസ് സർ. ഇതിനു മുമ്പുള്ള ക്ലാസ് കണ്ടായിരുന്നോ? യെസ്. ഓക്കെ, ഞാൻ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. ഈ ചാപ്റ്റർ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനോടടുപ്പിച്ച് നിങ്ങൾ ഈ മുമ്പ് പഠിപ്പിച്ച സാധനം നിങ്ങൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലാകത്തില്ല. നമ്മൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഏറ്റവും പാടുള്ള ചാപ്റ്ററുമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായി പോവുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ കയറുക. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഓഫ്ലൈൻ വന്ന പിള്ളേരോട് പറഞ്ഞായിരുന്നു, ഐസക് ന്യൂട്ടൺ വന്ന് പഠിപ്പിക്കുവാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പം ക്ലാസ് കട്ട് ചെയ്യാൻ പാടില്ല. പ്ലസ് കട്ട് ചെയ്ത ക്ലാസ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് മറ്റേ റെക്കോർഡഡ് ക്ലാസ് എന്നോട് ചോദിച്ച് മേടിച്ച് കേൾക്കണം. എന്നിട്ട് ഇനി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും പഠിപ്പിക്കുന്നതിൻ്റെ ആ ദിവസം അല്ലെങ്കിൽ അതിന് മുമ്പിലത്തെ ദിവസം നമ്മൾ പഠിപ്പിച്ചിടം വരെയുള്ള സാധനം ഒന്ന് വായിച്ചെങ്കിലും നോക്കിയിട്ടേ അടുത്ത ക്ലാസ്സിൽ കയറാവൂ. അല്ലെങ്കിൽ ഇന്ന് പഠിപ്പിക്കുന്ന സാധനം നിങ്ങൾക്ക് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണില്ല. അത് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇതിൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ എഴുതിക്കോ. നമ്മൾ ഹെഡിങ് എന്തുവായിരുന്നു അനീറ്റ എഴുതിയത്? മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് എന്നാണോ? ഓക്കെ, എന്നാൽ ഹെഡിങ് എഴുതിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ പടം വരയ്ക്കുക. അതുകൊണ്ട് നമ്മളൊരു സോളിനോയിഡിൻ്റെ പടം തന്നെ ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. സോളിനോയിഡിൻ്റെ പടം തന്നെ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ആ സോളിനോയിഡിന് കറണ്ട് കണക്ഷൻ കൊടുത്താൽ മാത്രമേ അത് മാഗ്നറ്റായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു AC ഇതിൻ്റെയോ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കറണ്ട് കൊടുക്കുക. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്ത് തുടങ്ങും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സോളിനോയിഡിന് 10,000 കണക്കിന് ടേൺസ് കാണും. ഇതിപ്പോൾ ഞാൻ 1, 2, 3, 4 വരച്ചിട്ടുള്ളൂ. പക്ഷേ അതൊരു 10,000 കണക്കിന് ടേൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. മൊത്തം നമ്പർ ഓഫ് ടേൺസിനെ ഞാൻ ക്യാപിറ്റൽ N വെച്ചിട്ടും ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. പിന്നെ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ഇതിപ്പം മൊത്തം നമ്പർ ഓഫ് ടേൺസാണ്. ഇത് ഒരു 10,000 എണ്ണം N എന്നങ്ങ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പം 1 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. 1 സെൻറ്റിമീറ്റർ ചിലപ്പോൾ എത്ര കാണും? 1 സെൻറ്റിമീറ്റർ ചിലപ്പോൾ ഒരു 100 ടേൺസ് കാണുമായിരിക്കും. ഓക്കെ, ആ ചെറിയ അതായത് ആ 1 സെൻറ്റിമീറ്ററുള്ള നമ്പർ ഓഫ് ടേൺസിനെ സ്മോൾ ലെറ്റർ N വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കൊരു ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോളിനോയിഡിൻ്റെ മൊത്തം നമ്പർ ഓഫ് ടേൺസിനെ ഞാൻ ക്യാപിറ്റൽ N വെച്ചെടുക്കുന്നു. എന്നാൽ ഒരു സെൻറ്റിമീറ്റർ അതായത് ഒരു യൂണിറ്റ് ലെങ്തിലുള്ള ടേൺസിനെ സ്മോൾ ലെറ്റർ N വെച്ചെടുക്കുന്നു. ഇപ്പോൾ 10,000 ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള സോളിനോയിഡിൻ്റെ 1 സെൻറ്റിമീറ്റർ ലെങ്തിലുള്ള ടേൺസ് എന്ന് പറയുന്നത് ചിലപ്പം 100 എണ്ണം ആയിരിക്കും. അപ്പോൾ അത് ആ 100 സ്മോൾ N, 10,000 ക്യാപിറ്റൽ N എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? ഈ പടം വരച്ചിട്ട് താഴോട്ട് എഴുതിയേക്കുക, താഴോട്ട് എഴുതുക. ഈ പടം കംപ്ലീറ്റ് ചെയ്യാമേ. ഒരു കാര്യം കൂടെ, അതായത് ഇത് എന്നൊന്നും എഴുതണ്ട, ഇവിടെ ജസ്റ്റ് നോക്കിയോ. ഈ സോളിനോയിഡിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, സോളിനോയിഡിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ എന്തായിട്ട് എടുക്കാൻ പോകുന്നറിയോ? സ്മോൾ ലെറ്റർ L ആയിട്ട് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സോളിനോയിഡിൻ്റെ ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് സോളിനോയിഡിൻ്റെ ഒരു ലൂപ്പ്. ഈ സോളിനോയിഡിൻ്റെ ഏതൊക്കെ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും നോക്കിയേ. ഇതുണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ കറണ്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതുണ്ട് ഈ സൈഡിലുണ്ടാകുന്നുണ്ടല്ലോ, ഈ ഉള്ളിലുണ്ടാകുന്നുണ്ടല്ലോ, ഇപ്പുറത്തെ സൈഡിലുണ്ടാകുന്നുണ്ടല്ലോ, ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വട്ടത്തിലായിരിക്കും സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഏതാ? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ. അങ്ങനെ ഓരോ പർട്ടിക്കുലർ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റിനും എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലെങ്തിന് ചുറ്റിനും, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്?
നമ്മൾ ഇതേലൊരു DL ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അതിലെന്താ ഇത് ആംബീരിയൻ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിലൊരു DL കൺസിഡർ ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ എത്രയാണ്, തീറ്റയാണ്. അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മൾ B = ഫൈനൽ നമുക്ക് μ0I/2πr എന്ന് കിട്ടി. അതെന്തുകൊണ്ടാണ്? ഈ കണ്ടക്ടറിന് ചുറ്റിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ലൂപ്പാണ് ഉപയോഗിച്ചത്? അതിന് ചുറ്റിനും എവിടേക്കാണ് മാഗ്നറ്റിക് കണ്ടത് അതിന് ചുറ്റിനും തന്നെ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കടന്നു പോകുന്ന ഒരു ലൂപ്പ് നമ്മൾ വേണ്ടി പച്ച ലൂപ്പ് കൺസിഡർ ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മളിവിടെ ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം. അപ്പം ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന എവിടെ? അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്ന ഏരിയയിലല്ല. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ എടുത്താൽ മതി, കാരണം ബാക്കിയുള്ള എല്ലാ പോയിന്റിലും അതേ മാഗ്നറ്റിക് ഫീൽഡ് തന്നെയായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഈ ഒരു ലൂപ്പിനെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്ന പാർട്ട് എടുക്കണം. ഇപ്പം ഈ ഒരു പോയിന്റിൻ്റെ എടുക്കണമെങ്കിൽ ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കേണ്ടി വരും. ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഈ സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പം ഞാനൊരു റെക്റ്റാങ്കുലർ പോർഷൻ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. നേരത്തെ സ്ട്രെയിറ്റ് കണ്ടക്ടർ വരച്ചപ്പോൾ നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്തത് സർക്കുലർ ആംബീരിയൻ ലൂപ്പ് ആണെങ്കിൽ ഇവിടെ നമ്മളൊരു റെക്റ്റാങ്കുലർ ആംബീരിയൻ ലൂപ്പാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. എന്നിട്ട് അതിൻ്റെ ഓരോ ആംസിലുള്ള, അതായത് ഇവിടെ ഒരു, കാരണം നമുക്കറിയാം ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ല സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, ക്യാൻസലായി പോകും. എക്സ്റ്റേണൽ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, പിന്നെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസലായി പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉൾഭാഗത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പടം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ആംബീരിയൻ ലൂപ്പ് എടുക്കുക. ആംബീരിയൻ ലൂപ്പിനെ ഞാനിങ്ങനെ സ്ക്വയർ ആയിട്ട്, അതായത് ഒരു ടേണിൻ്റെ ആംബീരിയൻ ലൂപ്പാണ് ചെറുതായിട്ട് വരച്ചത്, കണ്ടോ? ഈ മൊത്തം സോളിനോയിഡ് ആംബീരിയൻ ലൂപ്പ് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. എന്നിട്ട് നെയിം കൊടുക്കുക. ഇത് A, ഇത് B, ഇത് C, ഇത് D. ഇത് ആംബീരിയൻ ലൂപ്പാണ്. ആംബീരിയൻ ലൂപ്പാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത് ആണ് ഞാൻ എല്ലായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് സോളിനോയിഡ് ലെങ്ത് തന്നെയാണ് ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്. അപ്പം അതിനെയാണ് ഞാൻ ഇതായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് സോളിനോയിഡിൻ്റെ ലെങ്ത് തന്നെയാണ് ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്. ഞാൻ ഇച്ചിരി നീട്ടി വരച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്തും L തന്നെയാണെന്നുള്ള കാര്യം ഓർത്തേക്കണം. ഇനി നമുക്ക് നോക്കാം. താഴോട്ട് എഴുതിക്കോ. കൺസിഡർ എ ലോങ് സോളിനോയിഡ്. കൺസിഡർ എ ലോങ് സോളിനോയിഡ്. ലോങ് സോളിനോയിഡിൻ്റെ പ്രത്യേകത എന്താ? ലോങ് സോളിനോയിഡ് പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. റേഡിയസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതായിരിക്കും, അതായത് സോളിനോയിഡിൻ്റെ ലൂപ്പിൻ്റെ ഇതായിരിക്കും അതിൻ്റെ റേഡിയസ്. ആ റേഡിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ലോങ് സോളിനോയിഡ് എന്ന് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ എ ലോങ് സോളിനോയിഡ് ബ്രാക്കറ്റിൽ ലെങ്ത് ഈസ് ലാർജ് കമ്പയർഡ് ടു റേഡിയസ്. ലാർജ് കമ്പയർഡ് ടു റേഡിയസ്. ലെങ്ത് ഈസ് ലാർജ് കമ്പയർഡ് ടു റേഡിയസ്. അതാണ് ലോങ് സോളിനോയിഡിൻ്റെ അർത്ഥം. ലെറ്റ് small n b the number of turns per unit length of solenoid. Per unit length of solenoid. Per unit length of solenoid. Unit length of solenoid. Such that small n is equal to capital N divided by L എന്ന് എടുക്കാം. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ n. ഇങ്ങനെ എടുക്കാം. അവിടെ ഒന്ന് വേണമെങ്കിൽ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം, ഓർ ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു L എന്ന് എടുക്കാം. എന്നിട്ട് എഴുതുക വേർ ക്യാപിറ്റൽ N ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ക്യാപിറ്റൽ N ഈസ് ദ ടോട്ടൽ number of turns. ഈ ഡെറിവേഷൻ ഇപ്പോൾ കഴിയും, വളരെ ചെറിയ ഡെറിവേഷനാണിത്. ഇനി എഴുതുക in order to apply Ampere circuital law. Ampere circuital law. Consider a closed
റെക്റ്റാങ്കുലർ ലൂപ്പ് എ ബി സി ഡി. നമുക്കറിയാം ബൈ ആംപിയർ സർക്യൂട്ടൽ ലോ, ആംപിയർ സർക്യൂട്ടൽ ലോ. ആംപിയർ സർക്യൂട്ടൽ ലോ പറയുന്നത് എന്താ? ഒരു ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ, അതായത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് എൻക്ലോസ് ചെയ്യുന്ന സർഫസിലുള്ള എൻക്ലോസ് ചെയ്ത കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ മ്യൂ 0 ടൈംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിയോ, ഇതൊരു കറണ്ട് ഐ എന്ന് പറയുന്ന കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറാണ്. അപ്പം ഇതിന് ചുറ്റിനും എന്തായാലും എന്തുണ്ടാവും? ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് കോൺസെൻട്രിക് റിംഗ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺസെൻട്രിക് റിംഗ് പോകുന്ന ആ ഒരു ഇതിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ ആംപീരിയൻ ലൂപ്പിൻ്റെ ചെറിയൊരു ഡി എല്ലിൽ കൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് ബി ഡോട്ട് ഡി എൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ ഈ പച്ച വരയ്ക്കകത്തൂടെ മൊത്തം പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടുപിടിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മുടെ റെക്റ്റാങ്കുലർ ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. റെക്റ്റാങ്കുലർ ലൂപ്പിന് 4 ആംസ് ഉണ്ട്. ഒന്ന് എ ബി എന്ന് പറയുന്ന സൈഡുണ്ട്, കണ്ടോ? ഒന്ന് എ ബി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തൂടെ പോകുന്ന ഇത്രയും ലൈനിൽ കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആഡ് ചെയ്യുക. അപ്പം എന്നാലേ മൊത്തം ആകത്തുള്ളൂ, ബി ഡോട്ട് ഡി എൽ ആകത്തുള്ളൂ, ഇല്ലേ? ടോട്ടൽ. അങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് നമുക്ക് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റ ഈസിക്വൽ ടു എന്തെന്ന് എഴുതാം? മ്യൂ 0 ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി എഴുതാൻ പോകുന്നത് സ്പ്ലിറ്റ് ദ എബവ്. ഇവിടെ നിങ്ങൾ വെക്റ്റർ ഫോമിൽ ഇട്ടേക്കണേ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. കോസ് തീറ്റ ഇടുമ്പോൾ മാത്രമേ വെക്റ്റർ മാറ്റാവൂ. സ്പ്ലിറ്റ് ദ എബവ് റെക്റ്റാങ്കുലർ ലൂപ്പ് ഇൻറ്റു 4 പാർട്സ്. ഒന്ന് എ ബി, 2 ബി സി, അടുത്തത് സി ഡി ആൻഡ് ഡി എ. അങ്ങനെ നമ്മൾ ആ ക്ലോസ്ഡ് ലൂപ്പിനെ, അതായത് റെക്റ്റാങ്കുലർ ലൂപ്പിനെ നമ്മൾ 4 ഭാഗങ്ങളാക്കി മാറ്റി. എന്നിട്ട് ഓരോ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്കിങ്ങനെ എഴുതാം, therefore നമുക്ക് ഓരോ, അതായത് എനിക്ക് ആദ്യം എ ടു ബിയിലുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റ വരും. ഓക്കെ, അപ്പം ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ഇടണ്ട, ഇവിടെ ക്ലോസ്ഡ് ഇടണ്ട. കാരണം എന്താ? അത് ക്ലോസ്ഡ് അല്ല. എ തൊട്ട് ബി വരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ലൂപ്പ് ആമാണ്. മൊത്തം വട്ടത്തിൽ വരുമ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് ഇടുന്നത്. ഓക്കെ, പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എന്താണ്? ബി ടു എ ബി, ബി ടു സി, ബി ഡി എൽ കോസ് തീറ്റ, പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് സി ടു ഡി, ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റ, പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഡി ടു എ, ബി ഡോട്ട് ഡി എൽ കോസ് തീറ്റയാണ്. ഓക്കെ, വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു എന്താ? മ്യൂ 0 ഐ എന്നെടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലെങ്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പം ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലൂപ്പിൽ കൂടെ കറണ്ട് ഒഴുകുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഞാനിപ്പം ലെങ്ത് എയിൽ നിന്ന് ബിയിലോട്ടാണ് എടുക്കുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഈ ഡയറക്ഷനിലോട്ട് വരുന്ന രീതിയിലാണ് കറണ്ട് കയറ്റി വിട്ടത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ബിയുടെ സൈഡിൽ വരുമ്പം മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങോട്ടാണ്, അതേപോലെ തന്നെ ലെങ്ത് എടുക്കുന്നത് ഇങ്ങോട്ടാണ്. തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ താഴോട്ട് തന്നെ കൃത്യം എഴുതാം. നിങ്ങളെ ഈ പടത്തിൽ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴോട്ട്, അതായത് എ തൊട്ട് ബി വരെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡി എല്ലിൻ്റെ ഡയറക്ഷനും ഇങ്ങോട്ടാണ്. തീറ്റ 0 ആണ്, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അതവിടെ എഴുതുക. അടുത്തത് ബി തൊട്ട് സി വരെ ശരിക്കും പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതായത് 2 നെയ്ബറിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതുകൊണ്ട് ഈ ഭാഗത്ത് എന്തായി പോകുന്നതാണ് നമ്മൾ പഠിച്ചത്. 2 നെയ്ബറിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇടയ്ക്ക് കണ്ടോ, ഈ ഭാഗത്ത്, അതായത് ഈ സൈഡിലാണെന്നല്ലോ നമ്മൾ ലൂപ്പിൻ്റെ ഒരു ഭാഗം തന്നെ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസലായി പോകുന്നതാണ് പറഞ്ഞത്, ഇല്ലേ? അപ്പം അതല്ലാതെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എടുക്കാം, നോക്കിക്കോളൂ. അതല്ലാതെ തന്നെ വേറെ രീതിയിൽ എടുക്കാം.
നോക്കിയോ, ഈ ഭാഗത്ത് ലെങ്ത് എടുക്കുന്നത് ബിയിൽ നിന്ന് സിയിലോട്ടാണ്. പക്ഷേ ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അപ്പോഴും തന്നെ ഇങ്ങോട്ടാണ്. കാരണം താഴത്തെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ അപ്പോൾ 90 ഡിഗ്രിയാണ്. അപ്പം അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്താ, സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ആയി പോകുന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് എഴുതാം. അപ്പോൾ ബി ടു സി വരെ ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്, ഡിയുടെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡി ടു സി, ഇവിടെ ഓൾറെഡി ഡി ടു സി എക്സ്റ്റേണൽ പോയിന്റ് ആയതുകൊണ്ട് എക്സ്റ്റേണൽ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് അസ്യൂംഡ് ടു ബി 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സി ടു ഡിയിലെ എന്താണ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് സി ടു ഡി ബി ഡി എൽ കോസ് തീറ്റ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ എ ടു ഡി വരുന്ന സമയത്ത് എ ടു ഡിയുടെ ഭാഗം നിങ്ങൾ നോക്കിയേ, എ ടു ഡിയുടെ ഭാഗം വരുമ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ലെങ്ത് നമ്മൾ ഡി ടു എ ആണ് എടുക്കുന്നത്, ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ തീറ്റ 90 ഡിഗ്രിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം സൈഡിലത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് വാനിഷ് ആയി പോകുന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എ ടു ഡി എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ തീറ്റ എന്താണ്, തീറ്റ 90 ഡിഗ്രിയാണ്, കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ഭാഗത്ത് എന്താണ്, ഇത് എക്സിസ്റ്റ് ചെയ്യും, കാരണം ഇത് കോസ് 0 ആണ്, ഇത് എക്സിസ്റ്റ് ചെയ്യും. ഇതെന്തായിട്ട് പോകും, ഇത് കംപ്ലീറ്റ്ലി ഓൾറെഡി അറിയാം കോസ് 90 0 ആയതുകൊണ്ട് ഇത് പോകും. ഈ ഭാഗം എന്തായിട്ട് പോകും, ഈ ഭാഗം എക്സ്റ്റേണൽ പോയിൻ്റാണ്, 0 ആയിട്ട് പോകും. ഈ ഭാഗം എന്തായിട്ട് പോകും, ഈ ഭാഗം 90 ആയതുകൊണ്ട് 0 ആയി പോകും. അപ്പോൾ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ താഴോട്ട് എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ താഴോട്ട് എഴുതാൻ പോകുന്നത് അതാണ്, നോക്കിക്കോളൂ. ഇതിൻ്റെ താഴോട്ട് എഴുതാൻ പോകുന്നത് അതാണ്, നോക്കിക്കോളൂ, അതാണ്, നോക്കിക്കോളൂ. അപ്പം ഇവിടെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ കോസ് 0 ആണ്. പ്ലസ് ഇവിടെ മൊത്തം 0 ആയി പോന്നു, എന്താണ്, പ്ലസ് ഇവിടെ മൊത്തം 0 ആയി പോന്നു, ഇവിടെ മൊത്തം 0 ആയി പോന്നു, എന്താണ്, മ്യൂ 0 ഐ എന്ന് എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ ഈസിക്വൽ ടു എന്തെന്ന് എഴുതാം, മ്യൂ 0 ഐ എന്ന് എഴുതാം. കഴിഞ്ഞിട്ടില്ല. ഇത്ര ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ, നമുക്ക് എ തൊട്ട് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഡി എല്ലിനെ. എന്നിട്ട് നിങ്ങൾ ആ പടത്തിനകത്ത് ഇതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. അതായത് ആ എ തൊട്ട് ബി വരെ ചെറിയൊരു മാർക്കിംഗ് കാണിച്ചിട്ട് ഒരു ഡി എൽ ഇട്ടേക്കണം. കണ്ടോ, ഇത്ര ഒരു മാർക്കിംഗ് കാണിച്ചിട്ട് ഒരു ഡി എൽ എന്ന് ഇട്ടേക്കണം. കാരണം ഈ ഡി എല്ലിൻ്റെ ഈ എ ബി എന്ന് പറയുന്ന എൻ്റയർ ലെങ്തിൽ ഈ ഡി എല്ലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഡി എല്ലിനെ മൊത്തം കൂട്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ബി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നുണ്ടാവുക. അപ്പം അതും കൂടെ നമ്മൾ എഴുതുകയാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ ഈസിക്കൽ ടു മ്യൂ 0 ഐ. ഇതിപ്പോൾ നമുക്ക് ഒരു ലൂപ്പിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത്. സോളിനോയിഡിന് n നമ്പർ ഓഫ് ലൂപ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് n നമ്പർ ഓഫ് ലൂപ്സിനെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം, വേണ്ട ഇവിടെ എന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതും കൂടെ ചെയ്യാൻ പോകണം. അതും കൂടെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം, നോക്കിക്കോളൂ. അതും കൂടെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. ആസ് ദെയർ ഈസ് n number of turns the above equation becomes എന്താവാം, integral of a to b b d l is equal to n into എന്തെന്ന് എഴുതാം, മ്യൂ 0 ഐ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആണ്, പുറത്തിറക്കി. ഇൻ്റഗ്രൽ എ ടു ബി ഒരു ലൈനേ ഉള്ളതുകൊണ്ട് നമുക്ക് എ ടു ബി എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഇൻ്റഗ്രൽ ഡി എൽ എന്ന് എടുക്കാൻ പോവാണ്. ഇൻ്റഗ്രൽ ഡി എൽ ഈസിക്കൽ എന്താ, n ഇൻറ്റു മ്യൂ 0 ഇൻറ്റു ഐ എന്ന് എഴുതും. നമുക്കറിയാം ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എ തൊട്ട് ബി വരെയുള്ള ചെറിയൊരു പോർഷനാണ് ഡി എൽ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശരിക്കും എ തൊട്ട് ബി വരെയുള്ള ടോട്ടൽ ലെങ്ത് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബി ഇൻറ്റു എൽ ഈസിക്കൽ ടു എന്തെന്ന് എഴുതാം, n ഇൻറ്റു മ്യൂ 0 ഐ എന്ന് എഴുതാം. കാരണം ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പോഴത്തേക്കും ലെങ്ത് ഓഫ് ആം എ ബി ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ആം എ ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബി ഇൻറ്റു എൽ ഈസിക്കൽ ടു എന്നിനെ നമുക്കറിയാം, ക്യാപിറ്റൽ എന്നിനെ നമുക്ക് എന്തെന്നാക്കാം, സ്മോൾ എൻ ഇൻറ്റു എൽ എന്നാക്കാമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇൻറ്റു മ്യൂ 0 ഐ. ഇവിടെ നിന്ന് ഈ എല്ലും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിനോയിഡ് എന്ത് കിട്ടും, സ്മോൾ എൻ മ്യൂ 0 ഇൻറ്റു ഐ എന്ന് കിട്ടും. എല്ലാവരും ക്യാപിറ്റൽ എൻ മ്യൂ 0 ഐ ആണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത്. ഓർത്തോണം, സ്പെഷ്യലി ഓർത്തോണം, സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഫൈനൽ ഇക്വേഷനകത്ത് സ്മോൾ എൻ ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് വരുന്നുണ്ടാവുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക.
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനീറ്റയൊക്കെ ഓക്കെ ആണോ? അനീറ്റ, നന്ദിത, പാർത്ഥിബ്, അഭിരാമ്, ശ്വേത, ഏഞ്ചലിന, ലോവിസിന് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? ലോവിസ് പറഞ്ഞേ. ലോവിസ് ഓക്കെ. എൽവിന, എൽവിന മനസ്സിലാവുന്നുണ്ടോ? എൽവിന, ദീപിക, ഏഞ്ചലീന, ഏഞ്ചലീനയൊക്കെ ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, എഴുതിയെന്നും വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് പഠിച്ചാലേ അതിൻ്റെ അടുത്ത 2 ഡെറിവേഷൻ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഒരു സർക്കുലർ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, B=μ0 IA²/2 അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അത് ആ ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ എടുക്കാൻ മനസ്സിലാക്കാൻ എത്ര പാടുപെട്ടോ അതേപോലെ തന്നെ പാടുപെടുന്ന 2 സംഭവം ഇനി വരുന്നുണ്ട്. ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്റ്റാങ്കുലർ ഡൈപോൾ. അപ്പോൾ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അടുത്ത ടോപ്പിക്ക്, അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അത് വൃത്തിക്ക് മനസ്സിലാക്കണം, അല്ലെ പഠിക്കണം. ഓക്കെ ആണല്ലോ? അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ആ ഭാഗത്തുനിന്ന് ഒന്നെങ്കിൽ ഒരു ന്യൂമറിക്കൽ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഡെറിവേഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കുക അത്. എന്നിട്ട് എഴുതിക്കോളൂ. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഹെഡിങ് എഴുതിക്കോളൂ. അത് എഴുതുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചോട്ടെ. പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്നൊന്ന് എഴുതിക്കേ. പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്നൊന്ന് എഴുതിക്കേ. പോയിൻറ്റ്സ് ടു റിമെമ്പർ എന്നൊന്ന് എഴുതിക്കേ. പോയിൻറ്റ്സ് ടു റിമെമ്പർ. points to remember. പോയിൻറ്റ്സ് ടു റിമെമ്പറിനകത്ത് ആദ്യത്തെ ഒരു കാര്യം എഴുതുക. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അനന്യ ഇവിടെ മുതൽ എഴുതണേ, അനന്യയും ക്രിസ്റ്റയൊക്കെ. ക്യാരിയിങ് കണ്ടക്ടർ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ഇറ്റ്. നമ്മളിത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഒരു വയറൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആ വയറിൽ കൂടെ ഈ കറണ്ട് കടത്തി വിട്ടിട്ട് അതിനകത്തൂടെ, അല്ലെങ്കിൽ അതിൻ്റെ R ഡിസ്റ്റൻസ് ദൂരെ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ആംബീരിയൻ ലൂപ്പൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് B=μ0I/2πr ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ആണല്ലോ? അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ R ഡിസ്റ്റൻസ് ദൂരെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അത് ഒന്ന് ഓർമ്മിപ്പിച്ചാണ് നമുക്ക് ഇവിടെ ആവശ്യം വരും. അപ്പം ഇത് എഴുതിയിട്ട് പടം വരയ്ക്കണമെന്നില്ല, ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടോ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇല്ലേ? ശരിയല്ലേ? നമ്മൾ തമ്പ് ഇങ്ങനെ വെക്കുന്നു, ബാക്കി ഫിംഗേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? രണ്ട് ഇങ്ങനെ വെക്കുന്നു, ഇല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് അതും താഴോട്ട് എഴുതുക. എന്താണ്? ഡോട്ടിട്ട് എഴുതുക. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് എന്താണ്? ഗിവൺ ബൈ എന്താണ്? തമ്പ് റൂൾ, ഇല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനിയും നമ്മൾ പഠിച്ചായിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ
മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റി പഠിച്ചായിരുന്നു. ഇനിയും അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റായിട്ട് പഠിപ്പിച്ചത് ഒരു ചാർജിനെ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല. പക്ഷേ ഒരു ചാർജിനെ കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ച് മൂവ് ചെയ്യുവാണെങ്കിൽ അത് പാരലായിട്ടോ ആൻറ്റി പാരലായിട്ടോ മൂവ് ചെയ്യുവാണെങ്കിൽ കാര്യമില്ല. പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിൾ മൂവ് ചെയ്യുവാണെങ്കിലും സർക്കുലർ മോഷനും ഹെലിക്കൽ മോഷനും ഒക്കെ ഉണ്ടാവും നമ്മൾ പഠിച്ചാണ് ഇല്ലേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡെറിവേഷനൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അതായത് ഇൻറ്റു ദ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് ഒരു കറണ്ട് ക്യാരിങ് എൽ ലെങ്തിലുള്ള വി വോളിയത്തിലുള്ള എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കറണ്ട് ക്യാരിങ് കൺസിഡർ ചെയ്തിട്ട് അതേൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ബിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അഭിരാമേ ഓർക്കുന്നുണ്ടോ? അഭിരാം ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ഇത് നേരത്തെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് തന്നെ പഠിച്ചാണെങ്കിലും നിങ്ങളത് ഓർക്കാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ഞാൻ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ് തരുന്നത്. അടുത്തതിനകത്ത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഴുതിക്കോ ഫോഴ്സ്, അടുത്ത ഡോട്ട് എഴുതിക്കോ, ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് in a magnetic field is given by നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു BIL സൈൻ തീറ്റ. ബിൽ സൈൻ തീറ്റ എന്നൊക്കെ ഓർക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ B and L. ഇനിയും ഇറ്റ്സ് ഡയറക്ഷൻ അതായത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് എഴുതിയാൽ മതി. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ. നമ്മൾ പഠിച്ചായിരുന്നു ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 3 റൂള് പഠിപ്പിച്ചായിരുന്നു. 1 ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, 2 റൈറ്റ് ഹാൻഡ് പാം റൂള്, 3 സ്ക്രൂ റൂളും പഠിപ്പിച്ചായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ഗിവൺ ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കണ്ടുപിടിക്കുന്ന ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് മെയിൻലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ മനസ്സിലായിട്ടുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ കൊള്ളാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആ ഡെറിവേഷനിലോട്ട് കയറാം. ഫോഴ്സ് ബിറ്റ്വീൻ, ഹെഡിങ് എഴുതിക്കോ, ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് വൃത്തിക്ക് മനസ്സിലാക്കി കേൾക്കണം. ഞാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. 3 ഡയമെൻഷനിലായിട്ട് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. 3 ഡയമെൻഷനിലായിട്ട് ചിന്തിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. പടമൊന്നും ഇതിനിടയ്ക്ക് വരയ്ക്കാൻ പോകണ്ട. പടം വരയ്ക്കാനായിട്ടുള്ള സമയം ഞാൻ തരാം, നോക്കിക്കോളൂ. അതായത് ഇതൊരു കണ്ടക്ടറാണ്. ഓക്കെ, ഈ കണ്ടക്ടറിനെ നമ്മൾ എ എന്ന് വിളിച്ചു. ഇത് അടുത്ത കണ്ടക്ടറാണ്. പടം എൻ്റെ കൂടെ വരയ്ക്കരുത്, ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞിട്ടേ പടം വരയ്ക്കാവൂ. ഓക്കെ, ഇത് എന്താണ്? രണ്ടാമത്തെ കണ്ടക്ടർ ബി. ഓക്കെ, ഇതിലൂടെ ഇപ്പോഴും ഞാൻ കറണ്ട് വിട്ടിട്ടില്ല. ഞാൻ കറണ്ട് കടത്തി വിടാൻ പോവാണ്. ഇതുവഴി ഞാനൊരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഐ എ കറണ്ട്, അതായത് എ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ എന്ന് ഞാൻ എടുത്തു. ബി കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഞാൻ ഐ ബി എന്ന് എടുത്തു. രണ്ടും ഞാൻ കടത്തി വിട്ടു. ഓക്കെ, മുകളിലോട്ടാണ്. നമുക്കറിയാം തമ്പ് റൂള് വെച്ചിട്ട് നമ്മൾ മുകളിലോട്ടൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ തമ്പ് റൂള് വെച്ചിട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും എന്ന് ലോവിസിന് പറയാൻ പറ്റുമോ? ലോവിസേ
പറഞ്ഞോളൂ. തമ്പ് റൂൾ വെച്ചിട്ട് മുകളിലോട്ടൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പോകണമെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അല്ലെ അനുഗ്രഹയ്ക്ക് പറയാമോ? അനുഗ്രഹ ഇവിടെ ഉണ്ടോ? ഷാരോണ് പറയാമോ? ഷാരോൺ ഇവിടെ ഉണ്ടോ? ഷാരോൺ പറഞ്ഞോ. അനീറ്റ പറയാമോ? അനീറ്റ. ആൻറ്റി ക്ലോക്ക് വൈസ്. അതല്ലേ ഞാൻ ഈ പടം ദണ്ട് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഡയറക്ഷൻ. അപ്പം IA എന്ന് പറയുന്ന ആളുടെ ഒരു ലൂപ്പ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ദണ്ട് ഇങ്ങനെയായിരിക്കും പോകുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ അത് ഇതേ ടച്ച് ചെയ്ത് അങ്ങ് വരച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ അപ്പുറത്തെ കണ്ടക്ടർ ബിയിലെ, കാരണം കണ്ടക്ടർ ബി എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ടാവുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, കാരണം തമ്പ് റൂൾ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്. വേണ്ട, ഈ ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടാവുക. ആ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് ആരിയ്ക്കുന്നത്? അപ്പുറത്തെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കാം നമുക്ക്. അതായത് ഇപ്പോൾ ഈ കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെ അനീറ്റ? ഇപ്പോൾ ഈ കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ? എയുടെ. അപ്പം എയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ബിയുടെ അവിടെ വരുമ്പോഴത്തേക്ക് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇങ്ങനെയല്ലേ വരിക? ആണോ? ആണ്. അതായത് ബി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇങ്ങനെ ആയിരിക്കും. അതായത് ഇത് 90 ഡിഗ്രി. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു BA. അത് ഓർത്തോണം. ഇങ്ങനെ വെച്ചിട്ട് നമുക്കറിയാം. ഇതിപ്പം ശ്രദ്ധിച്ചോണം, ഞാൻ സെപ്പറേറ്റ് പടം വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോളൂ. അതായത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടക്ടർ. മറ്റേ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇതുവഴി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇവിടെ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതായത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇങ്ങനെ, അതായത് 90 ഡിഗ്രിയിൽ. അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ, ഇതാണ് കണ്ടക്ടറെങ്കിൽ നമ്മൾ സൈഡ് വ്യൂ ആണെങ്കിൽ ഇങ്ങനെ 90 ഡിഗ്രി. ഇതിനെ ഞാൻ നമുക്ക് സൈഡ് വ്യൂ അല്ല, കാരണം നമുക്ക് 3 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്തത് ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് മനസ്സിലാകാത്ത ഒരാൾ പോലും ഇവിടെ നിൽക്കരുത്, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകരുത്. എന്നോട് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടേ പോകാം. ഒന്നുകൂടെ പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഓർത്തോണം. അതായത് നോക്കിക്കോളൂ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നോക്കിയോ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. നോക്കിയോ, അതായത് 2 കണ്ടക്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കണ്ടക്ടറിൻ്റെ മുകളിലോട്ട് ഈ നിബിൻ്റെ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് പോകുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പം അടുത്ത കണ്ടക്ടർ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്നിട്ട് ഈ കണ്ടക്ടറിനകത്തൂടെ കണ്ടോ ഈ ഡയറക്ഷനിലായിരിക്കും പോവുക. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ. അപ്പം ഈ പോയിന്റിൽ, അതായത് ഈ കണ്ടക്ടറിൽ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ എ എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്ന കണ്ടക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്കായിരിക്കുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടേക്ക്. അതാണ് ഞാൻ ആ പെർപെൻഡിക്കുലറാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുള്ളത്. തന്നെ ഇങ്ങനെ, ശരിക്കും പറയുന്നത് തന്നെ ഇങ്ങനെ വരും. ഇത് കണ്ടക്ടർ ബി, ഇത് എയുടെ മാഗ്നറ്റിക് ഫീൽഡ്. മനസ്സിലാകാത്തവരുണ്ട് ചോദിക്കാം, പെട്ടെന്നായിക്കോട്ടെ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നോക്കിയോ, ഇത് ഇച്ചിരി പാടുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം നോക്കിക്കോളൂ. ബിക്കകത്തൂടെയും കറണ്ട് പോകുന്നുണ്ടല്ലേ, IB. ആ IB കറണ്ട് പോകുന്നത് മൂലം അതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തില്ലേ? അനീറ്റ എന്ന് പറഞ്ഞ അനീറ്റ, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? അതും ആൻറ്റി ക്ലോക്ക് വൈസ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി താഴെയായിട്ടാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നുണ്ടാവുക അല്ലേ? ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനെ ഞാൻ അങ്ങനെ വരച്ചു. ഇങ്ങനെ അതിനെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ? അതായത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് എ എന്ന് പറയുന്ന കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന കണ്ടക്ടർ വരുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, ഇങ്ങോട്ടേക്കായിരിക്കും. ഇതാണ് കണ്ടോ, പെർപെൻഡിക്കുലർ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി. ഓർത്തോണം, ശ്രദ്ധിച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ 90 ഡിഗ്രി ആയിട്ട് ഇപ്പുറത്ത് ആക്ട് ചെയ്യും. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി 90 ഡിഗ്രി ആയിട്ട് എ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യും. ഇത് മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം.
ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ ആണോ? ഓക്കെ. ഈ രണ്ട് കണ്ടക്ടറിൻ്റെയും ലെങ്ത് എല്ലാണ്. ഈ കണ്ടക്ടറിൻ്റെ ലെങ്തും എല്ലാണ്, ഈ കണ്ടക്ടറിൻ്റെ ലെങ്തും എല്ലാണ്. രണ്ടും സെയിം ലെങ്ത്. ഇത് ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം, ഇത് ഇച്ചിരി പാടായതുകൊണ്ട്. അഭിരാം എങ്ങനെയുണ്ട്? അഭിരാം പറഞ്ഞേ. ഓക്കെ. അതേപോലെ തന്നെ അനന്യ ഓക്കെ ആണോ? അനന്യ, അനുഗ്രഹ, ക്രിസ്റ്റ, എൽവീന, അനീറ്റ, ലോവിസ്, പാർത്ഥിപ്, ഷാരോണ്, ശ്വേത, നന്ദിത. അപ്പം നമ്മൾ പറഞ്ഞു ഈ കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടത് എ ആണ്. അപ്പോൾ അതിന് ചുറ്റും ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. അപ്പം അത് ആരുടെ ഇതിനകത്താണ് നമ്മൾ വെക്കുന്നത്? അത് നമ്മൾ വെക്കുന്നത് മറ്റേ ബി എന്ന് പറയുന്ന കണ്ടക്ടറിനെ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് വെക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് എയുടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഇങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, ഇങ്ങനെ. അറ്റ് ദ സെയിം ടൈം ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പം ഇതിന് ചുറ്റിനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എയിലൂടെ കടന്നു പോകുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്കായിരിക്കും. അതായത് ഇവിടെ ഒന്ന് എന്നെ നോക്കി, എൻ്റെ സൈഡിലോട്ട്, അതായത് ഇത് കണ്ടക്ടർ എ ആണ്. അപ്പോൾ എന്നെ നോക്കിയിട്ട്, അതായത് ടോപ്പ് വ്യൂ കാണിക്കുവാണെങ്കിൽ അതായത് ഇതിപ്പോൾ സൈഡ് വ്യൂ ആണ്. മോളിൽ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഡോട്ട്, ബി എന്ന് പറയുന്ന ഒരു ഡോട്ട്. ഓക്കെ. എയുടെ മാഗ്നറ്റിക് ഫീൽഡ് ബി എയിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതേണ്ട ഇങ്ങനെയായിരിക്കും. അതായത് ഇതാണ് ബി എ. അതേപോലെ ബിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എയിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഇതേണ്ട ഇങ്ങനെയായിരിക്കും. ഇതാണ് ബി ബി. ഇത് ടോപ്പ് വ്യൂ ആണ്. കണ്ടോ? ഇത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ആണ്. ഇത് സൈഡ് വ്യൂ. ഇങ്ങനെ ഇരിക്കും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് ടോപ്പ് വ്യൂ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കാം, ഒരു ഡോട്ടായിട്ടേ നിങ്ങൾക്ക് ആ കണ്ടക്ടറിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇത് എ എന്ന് പറയുന്ന കണ്ടക്ടർ മുകളിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരച്ചു. അറ്റ് ദ സെയിം ടൈം എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ബി എന്ന് പറയുന്ന കണ്ടക്ടർ വേണ്ടി ഇവിടാണ് ഇരിക്കുന്നത്. ബി എന്ന് പറയുന്ന കണ്ടക്ടർ നോക്കിയാൽ ഞാൻ ആ പച്ചയും കൊണ്ട് തന്നെ വരച്ച് കാണിക്കാം, അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഇത് എ എന്ന് പറയുന്ന കണ്ടക്ടർ ടോപ്പ് വ്യൂ ആണ്, മുകളിൽ. അപ്പം ആ മുകളിലോട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതിന് ഇങ്ങനെ വരച്ചു ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനിയും അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഡോട്ടാണ്, അത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ നോക്കിയേ, ഇതിപ്പം എ ആണ്, ഇത് ബി ആണ്. എയുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ? ബിയിൽ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനിലാണ്. ഇതാണ് നമ്മൾ ബി എ എന്ന് എഴുതിയത്. അറ്റ് ദ സെയിം ടൈം നോക്കിക്കോളൂ, ബിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ബിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്. കണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. അപ്പം കണ്ടോ, ബിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എയിൽ വരുമ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ ബി. ഓക്കെ. ഇത് ടോപ്പ് വ്യൂ ആണ്. മുകളിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഇത് സൈഡിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ നമുക്കത് ഓൺലൈനിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ കാര്യങ്ങൾ എഴുതാം. നിങ്ങൾ പടം വരയ്ക്കാനായിട്ടൊരു 6-7 ലൈൻ വിട്ടിട്ട് താഴോട്ടൊരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ബി. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ബി ഡ്യൂ ടു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എ ഈസ് ഗിവൺ ബൈ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എ എന്ന് പറയുന്ന കണ്ടക്ടറിനകത്തൂടെ കറണ്ട് ഒഴുകുന്നത് കൊണ്ടാണ് ബി എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് എ എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് കറണ്ട് ഒഴുകുന്നു. അതുമൂലം ബി എന്ന് പറയുന്ന കണ്ടക്ടറിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഓക്കെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയുടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ബി ഇരിക്കുന്നത്. അതാണ് ബി എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളൊരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr ആണ്. അപ്പം ഇവിടുത്തെ കേസിനനുസരിച്ച് നോക്കുവാണെങ്കിൽ എയുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി, എയുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ മാഗ്നറ്റിക് ഫീൽഡ് ബി എ ആണ്. ബി എ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? μ0 ഉണ്ട്, കറണ്ട് എന്താ? കറണ്ട് IA ആണ്. എയുടെ കറണ്ട് IA /2π. എത്ര ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് വേണ്ടത്? കണ്ടോ? D ഡിസ്റ്റൻസിൽ. അപ്പോൾ 2πd എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഉറപ്പായിട്ടും എ എന്ന് പറയുന്ന കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അതിനും ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ്
ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഇരിക്കുന്നത്. ബി എന്ന് പറയുന്ന കണ്ടക്ടറിനകത്തൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. അതുമൂലം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പം എ എന്ന് പറയുന്ന കണ്ടക്ടർ ബി എന്ന് പറയുന്ന ആളുടെ മണ്ടയ്ക്ക് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ നമ്മൾ എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. ഫോഴ്സ് ആക്ടിങ് ഓൺ കണ്ടക്ടർ ബി ഡ്യൂ ടു എ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ആക്ടിങ് ഓൺ ബി ബൈ എ. അത് നമുക്ക് എങ്ങനെ എഴുതാം? ബിൽ സൈൻ തീറ്റ എന്നാണ്. ബിൽ സൈൻ തീറ്റയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബി എയിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ അനീറ്റ? ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ? അപ്പം ഈ ബി എക്ക് പകരം ബി എന്ന് കൊടുക്കാമല്ലോ. ബി എന്ന് പറയുന്ന കണ്ടക്ടറിലെ കറണ്ട് ആരുടെയാ? അവൻ്റെ തന്നെ അല്ലേ? അപ്പം ഐ ബി എന്ന് കൊടുക്കാം. ലെങ്ത് സെയിം ആണ്. തീറ്റ നോക്കിയേ, തീറ്റ എന്തിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിളാണെന്നാണ് പറഞ്ഞത്? ബിയുടെയും എല്ലിൻ്റെയും. അതായത് ആ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഇതിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് ബി എ എന്ന് പറയുന്നത്. ലെങ്ത് തേണ്ടത്. അപ്പം ലെങ്തിൻ്റെയും ബി എയുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ തീറ്റ എന്തായിട്ട് എടുക്കാം? തീറ്റ 90 ഡിഗ്രി ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ഇതിനകത്ത് ഞാൻ എന്താ എഫ് ബി എ ഈസ് ഈക്വൽ ടു ബി എ ഐ ബി എൽ സൈൻ തീറ്റ സൈൻ 90 എന്ന് എടുക്കും. സൈൻ 90 1 ആണ്. അതുകൊണ്ട് തന്നെ എഫ് ബി എ ഈസ് ഈക്വൽ ടു ബി എ ഐ ബി എൽ എന്നെടുക്കാം. ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഈ എയുടെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം ബി എക്ക് പകരം. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2. അങ്ങനെയാണെങ്കിൽ എഫ് ബി എ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എ ഡിവൈഡഡ് ബൈ 2πd ഇൻറ്റു ഐ ബി ഇൻറ്റു എൽ. ഇതിനെ ഒന്ന് അടുപ്പിച്ചെഴുതുമ്പോൾ എഫ് ബി എ ഈസ് ഈക്വൽ ടു മ്യൂ 0 ഐ എ ഐ ബി എൽ ഡിവൈഡഡ് ബൈ 2πd. ദിസ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ബി ഡ്യൂ ടു കറണ്ട് ക്യാരിങ് എലമെൻറ്റ് ഇ, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇത്രയും എഴുതിയെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയാം, ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്, നോക്കി എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷനും കൂടെ ഒന്ന് നോക്കിയാലോ. അതായത് ബി എൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കണമെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരണം. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ബിയുടെ കണ്ടക്ടറിൻ്റെ നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒരു ലെഫ്റ്റ് ഹാൻഡിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് നിങ്ങളുടെ പേനയൊന്ന് പിടിക്കുക. റൈറ്റ് ഹാൻഡ് കൊണ്ട് അങ്ങ് പിടിച്ചോ, എന്നാലേ അപ്ലൈ ചെയ്യണമല്ലോ. റൈറ്റ് ഹാൻഡും കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ പേന പിടിക്കുക. പിടിച്ചോ, എല്ലാവരും പിടിച്ചോ. ശ്വേത കേൾക്കുന്നുണ്ടോ? ശ്വേത, ഷാരോണൊക്കെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നിട്ട് ഇത് കണ്ടക്ടർ ബി ആയിട്ട് സങ്കല്പിക്കുക. ഓക്കെ ആണോ ഷാരോൺ? കണ്ടക്ടർ ബിക്കകത്തൂടെ കറണ്ട് എങ്ങോട്ടാ മോനെ പോകുന്നത്? മോളോട്ടല്ലേ? ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ പോകുന്നത് മോനെ? ആന്റി ക്ലോക്ക് വൈസ്. അല്ല, ആന്റി ക്ലോക്ക് വൈസ് അല്ല, നമ്മൾ ആ കണ്ടക്ടർ ബിയുടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്രണ്ടിലോട്ടല്ലേ പോകുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെക്കുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് പേന പിടിച്ചിട്ട് ചൂണ്ടുവിരൽ ഇങ്ങോട്ടേക്ക് ചേർത്ത് ഇങ്ങനെ അങ്ങ് വെച്ചേ, ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ വെച്ചോ. കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടായതുകൊണ്ട് നിങ്ങളുടെ കൈ ഒന്ന് തിരിച്ചിട്ട് നിങ്ങൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് മുകളിലോട്ട് കാണിക്കുക. എന്നിട്ട് നിങ്ങളുടെ തമ്പ് എങ്ങോട്ട് വരും? തമ്പ് കണ്ടോ, ഇങ്ങോട്ടാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കുന്നത്. ഇങ്ങനെയാണോ നിങ്ങളിപ്പോൾ പേന പിടിക്കുമ്പോൾ ഇരിക്കുന്നത്? എല്ലാവരുടെയും കൈ ഇങ്ങനെയാണോ ഇരിക്കുന്നത്?
ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഇത് കണ്ടക്ടർ ബി ആയിട്ട് എടുക്കുക. ബിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്രണ്ടിലോട്ടാണ്. അപ്പോൾ ആ ചൂണ്ടുവിരൽ അങ്ങോട്ട് പിടിച്ചു. കറണ്ട് കാണിക്കുന്ന നമ്മുടെ മിഡിൽ ഫിംഗറാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് തമ്പാണ്. നമ്മളിങ്ങനെ പിടിച്ചു. ഇങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയത്? അങ്ങനെയാണോ? നന്ദിത, ശ്വേത? ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്പിൻ്റെ ഡയറക്ഷൻ ഇപ്പം ശരിക്കും എങ്ങോട്ടായിരിക്കുന്നേ? തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കുന്നേ? തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ അനീറ്റ? പറഞ്ഞേ. തമ്പിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അതായത് ടുവേർഡ്സ് കണ്ടക്ടർ എ അല്ലേ? ആണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വേണ്ട ടുവേർഡ്സ് എ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡയറക്ഷൻ ഇട്ടിട്ട് FBA എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത്രയും നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അതിൻ്റെ താഴോട്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ആ ബോക്സ് ഇട്ട് വെച്ചിരിക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? ഇറ്റ്സ് ഡയറക്ഷൻ ഒരു സെക്കൻഡ്. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് conductor A by Fleming's left hand rule. ഇതേപോലെ തന്നെ നമുക്കിനി ഏടെ എടുക്കണം. ഏടെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ തീർന്നു. അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ഏടെ എടുക്കാൻ വേണ്ടി എയിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ അനീറ്റ? എയിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ? ബിയുടെ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം അത് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ ഡ്യൂ ടു കറണ്ട് carrying conductor B is given by നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി ആണ്. അപ്പോൾ ബി ആണ്. ബി ഈസ് ഈക്വൽ ടു μ0 I അവൻ്റെ തന്നെ കറണ്ടാണ്. μ0 IB ഡിവൈഡ് ബൈ എന്താ 2πD എന്ന് വരും. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുകയാണ്. ഇനി അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫോഴ്സും കണ്ടുപിടിക്കണം. അതും കണ്ടുപിടിക്കാൻ പോവാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ബി അത് ഫോഴ്സ് ഓൺ എ ബൈ ബി FAB എന്നാണ് എടുക്കുന്നത്. ഈസിക്കൽ ടു ഇവിടെയും BIL സൈൻ തീറ്റ തന്നെയാണ്. വീണ്ടും അനീറ്റയോട് ചോദിക്കുകയാണ്, അനീറ്റ എയിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയാ? അപ്പോൾ BA എന്ന് എഴുതാമല്ലോ. സോറി, BA എന്നാണോ BB എന്നാണോ? BB എന്ന് എഴുതാം. കറണ്ട് ആരുടെ തന്നെ? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അല്ലെങ്കിൽ അതിൽ IA എന്ന് എഴുതാം. ലെങ്ത് അത് തന്നെ. തീറ്റ എന്താ ഇവിടെ? കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഇത് വരച്ചപ്പോൾ കണ്ടോ, ഈ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടേക്കായിരിക്കും BB ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബാക്കി ഇങ്ങനെ എഴുതാം. നോക്കിക്കോളൂ. FAB ഈസ് ഈക്വൽ ടു BBIA L സൈൻ 90 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ FAB ഈസ് ഈക്വൽ ടു എന്താ? FAB ഈസ് ഈക്വൽ ടു BB ഇൻറ്റു BBIA L എന്ന് വരുന്നു. ഇതിനെ ഇക്വേഷൻ 1, ഇതിനെ ഇക്വേഷൻ 3 എന്നും കൊടുക്കുക, ഇതിനെ ഇക്വേഷൻ 4 എന്നും കൊടുക്കുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in 4. അങ്ങനെയാണെങ്കിൽ FAB ഈസിക്കൽ എന്തെന്ന് വരും? BBക്ക് പകരം μ0 IB ഡിവൈഡഡ് ബൈ 2πD എന്ന് കൊടുക്കാം. ഇൻറ്റു എന്താ? IA ഇൻറ്റു എന്താ? L. അതിനെ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് FAB ഈസിക്കൽ ടു എന്താ? FAB ഈസിക്കൽ ടു μ0 IB ഇൻറ്റു IA എന്ന് പറഞ്ഞാൽ IAIB എന്ന് തന്നെ അല്ലേ? IAIB L ഡിവൈഡ് ബൈ എന്താ? 2πD. സെയിം ഇക്വേഷൻ തന്നെ കിട്ടി. അതിനർത്ഥം എന്തുവാ? രണ്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇനി ഇത്ര എഴുതിയെങ്കിൽ ആ ഡയറക്ഷൻ്റെ കൺസെപ്റ്റൂടെ പറഞ്ഞുതരാം.
ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? സെയിം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിനെ ബി ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെ കണ്ടക്ടർ എ ആയിട്ട് കൺസിഡർ ചെയ്യുക, കണ്ടക്ടർ എ. അപ്പോൾ കണ്ടക്ടർ എയുടെ ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നമ്മളിപ്പോൾ ഓൺലൈനാണ് പഠിപ്പിക്കുന്നതും കൊണ്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ ഇത് നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് പിടിച്ചിട്ട് തോളിൻ്റെ അവിടോട്ട് ജസ്റ്റ്, അതായത് ലെഫ്റ്റ് തോളിൻ്റെ അവിടോട്ട് കൊണ്ട് ഇതൊന്ന് പിടിച്ചിട്ട് നിങ്ങൾ ഈ തമ്പ് റൂളിൽ ഇത് നേരെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെ അങ്ങ് തിരിച്ചാൽ മതി. ഇങ്ങനെ തിരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ വെക്കുന്ന സാധനത്തിന് പകരം നിങ്ങൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നോക്കി, അതായത് നമുക്കറിയാം കറണ്ട് ഡയറക്ഷനിലെ ഇങ്ങനെ, അതായത് ഇങ്ങനെ വരും, ഇങ്ങനെ മുകളിലോട്ടല്ല ഇങ്ങനെ വരും. അതായത് ശരിക്കും നോക്കിയോ, അതായത് നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുക, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കുക, ഇവിടെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? അതായത് ഇങ്ങോട്ടാണ്, ഈ സൈഡിലോട്ടാണ് വരുന്നത് പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ നിങ്ങളുടെ ചൂണ്ടുവിരൽ തന്നെ ഇങ്ങനെ വേണം പിടിക്കാൻ, അതായത് നിങ്ങളെ നോക്കി പിടിക്കണം. അപ്പോൾ ബാക്കി വിരൽ വരുമ്പം അത് നിങ്ങൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞത്. തോളത്തിൻ്റെ അവിടെ തോളിൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ കറക്കുക, ഇങ്ങനെ കറക്കി ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ ചൂണ്ടുവിരൽ അങ്ങോട്ടായിരിക്കുന്നത്, ഈ ഡയറക്ഷനിലോട്ടാണ്. കറണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ പിടിക്കാം കേട്ടോ, ഇങ്ങനെ പിടിക്കാം. കറണ്ട് ഡയറക്ഷൻ അനുസരിച്ചാണ് പിടിക്കേണ്ടത്. ഇപ്പം ആ എയിലെ കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ടായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ നിങ്ങളുടെ തമ്പ് കണ്ടോ, തമ്പ് തേണ്ട ഈ ഡയറക്ഷനിലോട്ടാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അതായത് ഇത് നിങ്ങളുടെ തൻ്റെ ഇവിടെ, ഇതാണ് കണ്ടക്ടർ എ, നിങ്ങളുടെ തോളിൻ്റെ അവിടെ പിടിക്കുക, ലെഫ്റ്റ് തോളിൻ്റെ അവിടെ. എന്നിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ ലെഫ്റ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ നോക്കുന്നത്. അത് നേരെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്ന സംഭവം നേരെ തന്നെ ഇങ്ങനെ ആക്കിയാൽ മതി മുകളിലോട്ട്. തന്നെ ഇങ്ങനെ, അതായത് ഡാൻസ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതായത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, നമ്മുടെ കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ടാണ്. അപ്പോൾ നമ്മുടെ മിഡിൽ ഫിംഗർ മുകളിലോട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ചൂണ്ടുവിരൽ പുറകിലോട്ടാണ്. ചൂണ്ടുവിരൽ അത് ആ ഡയറക്ഷൻ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ തമ്പ് എങ്ങോട്ടായിരിക്കുന്നത്? തമ്പ് എങ്ങോട്ടാണ് നീറ്റായിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ. അതായത് ടുവേർഡ്സ് കണ്ടക്ടർ എന്താ? ബി. അപ്പം ശരിക്കും ഈ രണ്ട് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ഫോഴ്സ് അല്ലെങ്കിൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടർ എങ്ങോട്ട് വരും അനീറ്റ? അതായത് ഈ രീതിയിൽ ഞാൻ രണ്ട് കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കറണ്ട് ക്യാരിയും കണ്ടക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫോഴ്സ് രണ്ടുപേരും എന്ത് ചെയ്യും? അല്ല, അട്രാക്ട് ചെയ്യും. ശരിയല്ലേ? അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? അപ്പം നിങ്ങൾ ഇവിടെ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതായത് ഫോഴ്സ് ഓൺ എ ബൈ ബി, അതായത് എഫ് എ ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. അത് ഓർത്തോണം നിങ്ങൾ. ഞാൻ ഈ പറയുന്ന പോലെ കൺസിഡർ ചെയ്യുക. അതായത് നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അത് നേരെ അങ്ങ് ബാക്കിലോട്ട് അങ്ങ് ആക്കിയാൽ മതി. ഇങ്ങനെ പിടിച്ച് നേരെ ഇങ്ങനെ ബാക്ക് തോളിൻ്റെ അവിടോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നിങ്ങളുടെ തള്ളവിരൽ നിങ്ങളുടെ ചെവിക്ക് അടുത്തോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. നിങ്ങളുടെ ചൂണ്ടുവിരൽ നിങ്ങളുടെ ബാക്കിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. മിഡിൽ ഫിംഗർ മുകളിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇങ്ങോട്ടാണ് മാഗ്നറ്റിക് ഡയറക്ഷൻ കൊണ്ട് പുറകിലോട്ട്. അതേപോലെ തമ്പിൻ്റെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഓർത്തോണം. അത് ഇങ്ങനെയൊക്കെ എനിക്ക് ഓൺലൈനിൽ ഇത് പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പം ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ എക്സാമ്പിൾ 1, 2, 3 രീതിയിൽ പറഞ്ഞു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് എന്താണ്? ടുവേർഡ്സ് കണ്ടക്ടർ ബി ആണ്. ബൈ എന്താണ്? ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. എഫ് എ ബി എന്ന് പറയുന്നത് -FBA ആയിരിക്കും. രണ്ടും ഓപ്പോസിറ്റും ഈക്വലുമാണ്. അതുകൊണ്ട് തന്നെ കൺക്ലൂഷനായിട്ട് ഒരു കാര്യം കൂടി എഴുതിയിട്ട് നമുക്ക് നിർത്താം. കൺക്ലൂഷൻ എഴുതിയിട്ട് എഴുതുക. ടു പാരലൽ കറൻസ് അട്രാക്ട്സ്. അതേപോലെ തന്നെ ടു ആൻറ്റി പാരലൽ കറൻസ് റിപ്പൽ. ആൻറ്റി പാരലൽ കറൻസ് റിപ്പൽസ്. അതായത് നമ്മളിപ്പം രണ്ട് കണ്ടക്ടറിനകത്തൂടെയും കറണ്ട് ഒരേ ഡയറക്ഷനിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പാരലാകുമ്പോൾ ഈ കണ്ടക്ടർ രണ്ടുപേരും അട്രാക്ട് ചെയ്യും. അതേപോലെ ഒരു കണ്ടക്ടറിനകത്തൂടെ മുകളിലോട്ടും ഒരു കണ്ടക്ടറിനകത്തൂടെ താഴോട്ടുമാണ് കറണ്ട് കടത്തി വിടുന്നതെങ്കിൽ അത് ആൻറ്റി പാരലൽ കറൻസ് എന്നാണ് പറയുന്നത്. അത് റിപ്പൽ ചെയ്യും. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടും ആയിരിക്കും.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡയറക്ഷനകത്തോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓരോരുത്തരോടും ചോദിക്കാം. മനസ്സിലായി? അനീറ്റ ഓക്കെയാണോ? അനീറ്റ, ശ്വേത, നന്ദിത, ഷാരോൺ, പാർത്ഥിബ്, ലോവിസ്, എൽവീന, ക്രിസ്റ്റ, അനുഗ്രഹ, അനന്യ, അഭിരാം. Yes, sir.